ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ എല്ലാ കാലത്തും ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ നമ്മൾ ചെയ്യാൻ പോകുന്നത്. അത് ബോഡി മെഷർമെൻറ്റിന് അളവെടുത്ത് ചെയ്യുന്ന രീതിക്കാണ് നമ്മൾ ചെയ്ത് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ബിഗിനേഴ്സായ ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം തന്നെ കുഞ്ഞൊരു ലൈക്ക് കൂടി തരാം കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ വീഡിയോയിലേക്ക് സ്വാഗതം. ബോഡി മെഷർമെൻറ്റ് പ്രകാരമാണ് നമ്മളത് എടുക്കുന്ന അളവിനെ കുറിച്ചുള്ള രീതിയിലാണ് പാറ്റേൺ വരയ്ക്കുന്നത് കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് അതിനകത്ത് മനസ്സിലാവും. പിന്നെ ഓരോ ബോഡി ലാംഗ്വേജ് വരുമ്പോൾ എന്തെല്ലാം മാറ്റങ്ങൾ വരുത്തണം, ഹൈറ്റ് കൂടുമ്പോഴും വണ്ണം കൂടുമ്പോഴും അങ്ങനെയൊക്കെ വരുമ്പോൾ എന്തെല്ലാം മാറ്റം വരുത്തണം എന്നതും നമ്മൾ ഇതിനകത്ത് ടിപ്സായിട്ട് തരുന്നതാണ് കേട്ടോ. അപ്പോൾ വീഡിയോയിലേക്ക് സ്വാഗതം. അതിനായിട്ട് നമ്മൾ എടുത്തു വച്ചിരിക്കുന്നത് ഒരു പേപ്പറാണ് കേട്ടോ. അപ്പോൾ ഇത് ആദ്യം നമ്മൾ എടുത്തിരിക്കുന്നത് വണ്ണം എടുത്തിട്ടാണ് മടക്കുന്നത്. നമ്മൾ വണ്ണം എടുത്തിട്ട് മടക്കി അതിനുശേഷം ഇറക്കെടുത്ത് മടക്കി ആ ഒരു രീതിക്കാണ് നമ്മളിത് മടക്കുന്നത്. ഓക്കെ, വണ്ണം എടുത്ത് മടക്കി ഇറക്കെടുത്ത് മടക്കി കേട്ടോ, അങ്ങനെയാണ് എടുത്തിരിക്കുന്നത്. ഓക്കെ, അതിനുശേഷം നമുക്ക് ഏറ്റവും ഫസ്റ്റായിട്ട് ചെയ്യേണ്ടുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലെങ്ത് ആണ്. ഈ ഒരു രീതിക്കാണ് നമ്മൾ തുണി എടുത്തിരിക്കുന്നതാണ് ലെങ്ത്. ഓക്കെ, ഈ ഒരു രീതിയിലാണ് നമ്മൾ ലെങ്ത് അടയാളപ്പെടുത്തുന്നത് കേട്ടോ. ഈ ഒരു രീതിയിൽ ലെങ്ത്, ഈ ഒരു രീതിയിൽ വണ്ണം. ഓക്കെ, ഈ ഭാഗത്തേക്ക് നീളമാണ് എടുക്കുന്നത് ഡ്രസ്സിൻ്റെ, അത് ഈ ഭാഗത്തേക്ക് നമ്മൾ വണ്ണമാണ് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം എടുക്കേണ്ടത് വേണ്ടുന്ന അളവ്, നമ്മളിത് ചെയ്യുന്നത് പ്ലീറ്റഡ് ആയിട്ടുള്ള മോഡൽ, അതായത് നമ്മുടെ സൈഡ് ഭാഗത്ത് പ്ലീറ്റ്സ് വരുന്ന ഒരു പാൻസാണ് നമ്മൾ തയ്ക്കുന്നത്. നമ്മൾ ചുരിദാറിനായാലും കുർത്തിക്കായാലും കുർത്തക്കായാലും ഒക്കെ ഇടാൻ പറ്റാവുന്ന ഒരു അടിപൊളി ട്രെൻഡിങ് ആണ് കേട്ടോ. പണ്ട് കാലം മുതൽ ഇപ്പോഴും ആളുകൾ ഉപയോഗിച്ച് വരുന്ന ഒരുപാട് വണ്ണമുള്ള ആളുകൾക്ക് ഇപ്പോൾ സ്ഥിരമായി യൂസ് ചെയ്യുന്ന ഒരു പാൻസാണ് കേട്ടോ ഇത്. അപ്പോൾ ആ ഒരു രീതിയാണ് നമ്മൾ ബോഡിയിൽ നിന്ന് അളവെടുക്കുന്ന മെത്തേഡാണ് നമ്മളിതിനകത്ത് പറയുന്നത്. ആദ്യം നമ്മൾ എടുക്കേണ്ടത് കൃത്യമായ ലെങ്ത് എടുക്കുമ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത്, ചില ആളുകൾ നമ്മൾ പൊക്കിളിനും മുകളിലായിരിക്കും പാൻസ് ഇടുന്നത്. അതിന് ചിലർ പൊക്കിളിന് തൊട്ട് താഴെയായിട്ടായിരിക്കും. അപ്പോൾ ആ വ്യക്തിയുടെ ഹൈറ്റ് അനുസരിച്ച് അവർ എങ്ങനെയാണ് യൂസ് ചെയ്യണമെന്ന് ചോദിക്കുക, അല്ലെങ്കിൽ അവർ ഇട്ട് വന്നിരിക്കുന്ന ചുരിദാറാണെങ്കിൽ അത് പ്രകാരം പാൻസ് സ്റ്റാർട്ട് ചെയ്യുന്ന ആ പോയിന്റിൽ നിന്ന് വെച്ചിട്ട് വേണം നിങ്ങൾ ലെങ്ത് എടുക്കാനായിട്ട് കേട്ടോ. ചിലർ മുകളിലേക്കായിരിക്കും ചിലർ താഴത്തേക്കായിട്ട് ഇട്ടിട്ടുണ്ടാവുക. അപ്പോൾ അവരോട് കസ്റ്റമറോട് നേരിട്ട് ചോദിക്കുക. നമ്മൾ പൊതുവെ കൂടുതലും അങ്ങനെ സ്ത്രീകളോട് ചോദിക്കുക ചെയ്യണത്, നിങ്ങൾ എങ്ങനെയാണ് പൊക്കളിന് മുകളിലാണ് ഇടുന്നത് വെച്ചാൽ ആ അളവിനനുസരിച്ച് നമ്മൾ ലെങ്ത് അടയാളപ്പെടുക എടുക്കുക ചെയ്യാറ് കേട്ടോ. ചിലർ പൊക്കളിന് താഴെയായിരിക്കും കൂടുതലും, ചെറിയപ്പം ഉള്ള പെൺകുട്ടികളൊക്കെ ഇപ്പൊക്കെ കൂടുതലും പൊക്കളിന് താഴെയായിരിക്കും കൂടുതൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അവരുടെ ഇഷ്ടമനുസരിച്ച് നമ്മൾ ആ ഒരു അളവ് തൊട്ട്, അപ്പോൾ ഇറക്കം കുറവ് മതി അവർക്ക്. അങ്ങനെയാകുമ്പോൾ ആവശ്യത്തിനും കൂടുതൽ അവർക്ക് ഇറക്കം വരില്ല. മാത്രമല്ല അതിങ്ങനെ ബൾക്കായിട്ട് ഇങ്ങനെ വയറിൽ ഇങ്ങനെ ചുരുട്ടി വെക്കേണ്ടുന്ന അവസ്ഥയൊന്നും വരില്ല. അപ്പോൾ നമുക്കത് കറക്റ്റ് ആ വ്യക്തി അനുസരിച്ച് കസ്റ്റമറിനോട് ചോദിച്ച ശേഷമാണ് നമ്മൾ അവിടെ നിന്ന് അളവെടുക്കുന്നത് കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ നിങ്ങൾ അങ്ങനെ അളവെടുക്കുക. നിങ്ങൾക്ക് വ്യക്തിപരമായി ചെയ്യുകയാണെങ്കിൽ നിങ്ങളത് എങ്ങനെയാണ് ചെയ്യാറെന്ന് വെച്ചാൽ ആ ഒരു രീതിക്ക് അനുസരിച്ച് എടുക്കുക കേട്ടോ. അപ്പോൾ ലെങ്ത് എടുക്കുമ്പോൾ നമുക്ക് വേണ്ടുന്നത് ഒരു 37 ഇഞ്ച് ലെങ്ത്താണ് വിചാരിക്കുക, അത് പ്രകാരം വന്നിട്ടുള്ളത് എടുത്തേപ്പോൾ. അപ്പോൾ ആ 37 ഇഞ്ച് ലെങ്ത്താണെന്ന് വിചാരിക്കുമ്പോൾ നമ്മൾ അതിനോടുകൂടി ആഡ് ചെയ്യേണ്ടത് 37 ഇഞ്ച് ഫുൾ ലെങ്ത്ത് വന്നിട്ടുണ്ട്. അതിനോടുകൂടി നമ്മൾ ടോട്ടൽ ആഡ് ചെയ്യേണ്ട മെഷർമെൻറ്റ്സ് ആണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. ഓക്കെ, ഫുൾ ലെങ്ത്ത് 37 ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ അതിന് മുകൾ ഭാഗത്ത് സീറ്റിൻ്റെ ഭാഗത്തേക്ക് വേറെ ഒരു എക്സ്ട്രാ പോർഷൻ വരുന്നുണ്ട്. പ്ലീറ്റഡ് സൈഡ് ഭാഗത്ത് പ്ലീറ്റ്സ് വരുമ്പോൾ നമുക്ക് മുകൾ ഭാഗത്ത് സെപ്പറേറ്റ് ആണ് വരുന്നത്. ബോട്ടം ഭാഗത്തേക്ക് വേറെയും മുകൾ ഭാഗത്തേക്ക് വേറെ. അപ്പോൾ അത് നമുക്കൊരു 6.5 ഇഞ്ചാണ് നമ്മൾ അതിലേക്ക് വേണ്ടുന്ന മെയിൻ നമ്മൾക്ക് ആവശ്യമുള്ള ലെങ്ത്ത് എടുക്കുന്നത് 6.5 ഇഞ്ചാണ് എടുക്കുന്നത്. അതിനോടുകൂടി നമ്മൾ തയ്യൽ തുമ്പായിട്ട് എടുക്കുന്നത് 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് എടുക്കണം. 1 ഇഞ്ച് നമ്മൾക്ക് മുകൾ ഭാഗത്ത് നമുക്ക് മടക്കി അടിക്കാനായിട്ട്, 1/2 ഇഞ്ച് നമ്മൾക്കത് താഴെ ഭാഗം ജോയിൻ ചെയ്യാനായിട്ട്. ഓക്കെ, അതുപോലെ നമ്മൾ 1.5 ഇഞ്ച് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എത്ര വരും? 8 ഇഞ്ച് നമുക്ക് വരും. ഓക്കെ, അങ്ങനെ നമ്മളിതിൽ 1.5 ഇഞ്ച് ആഡ് ചെയ്തിട്ടുണ്ട് മുകൾ ഭാഗത്തെ പാർട്ടിൽ കേട്ടോ, ടോപ്പിൻ്റെ ഭാഗത്ത്. പിന്നെ അതിൻ്റെ താഴെ ബോട്ടമിൻ്റെ ഭാഗത്തിലേക്ക് നമുക്ക് താഴെ ഭാഗത്ത് 1/2 ഇഞ്ചും ഏറ്റവും താഴെ ഭാഗത്തും 1/2 ഇഞ്ചും നമുക്ക് ആവശ്യം വരും. അപ്പോൾ അങ്ങനെ അതിൽ 1 ഇഞ്ചും വരുന്നുണ്ട്. അപ്പോൾ ടോട്ടൽ ഇവിടെ 1.5യും ഇത് 1ഉം, അങ്ങനെ ടോട്ടൽ 2.5 ഇഞ്ചാണ് നമ്മൾ എന്ത് ചെയ്യണത്, ആഡ് ചെയ്യണത്, തയ്യൽ തുമ്പ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ 37ൻ്റെ കൂടെ നമ്മൾ
അതിനകത്ത് 2.5 ഇഞ്ച് ടോട്ടൽ ലെങ്ത്തിൻ്റെ കൂടെ ആഡ് ചെയ്യണം. അപ്പം നമുക്ക് 39.5 ഇഞ്ചാണ് നമുക്ക് കിട്ടുന്നത്. ലെങ്ത്ത് ടോട്ടൽ ബേസിൽ നമുക്ക് 39.5 ഇഞ്ചാണ് ആ രീതിക്ക് അനുസരിച്ച് കിട്ടുന്നത്. ഓക്കെ, മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. മുകൾ ഭാഗത്തേക്കാണ് നമുക്ക് തയ്ച്ച് കഴിഞ്ഞ ശേഷം നമുക്ക് 6 ഇഞ്ച് കിട്ടുന്നത്. ഓക്കെ, ബാക്കിയുള്ളത് നമുക്ക് താഴെ ഭാഗത്തു നിന്നാണ് എടുക്കേണ്ടത്. ഓക്കെ, അതിൽ നമ്മൾ ഫസ്റ്റത്തെ പാർട്ടിൽ തയ്യൽ തുമ്പ് അടക്കം നമുക്ക് 8 ഇഞ്ചാണല്ലോ വരുന്നത്. ആ 8 ഇഞ്ചിൻ്റെ ഭാഗത്ത് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. 8 ഇഞ്ചിലാണ് നമ്മൾ ടേപ്പ് പിടിച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുക. ബാലൻസ് ലെങ്ത്ത് 39.5 ആവണ വരെയുള്ള ലെങ്ത്ത് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, ഈ ഒരു ഭാഗത്ത് നിന്ന് ഈ ഒരു ഭാഗത്തിൽ നമ്മൾ ടേപ്പിന് 8 ഇഞ്ചിൽ വെക്കും. നമ്മൾ 8 ഇഞ്ചായിരുന്നു മുകൾ ഭാഗത്തേക്ക്, നമ്മൾ 6.5 ആയിരുന്നു വേണ്ടത്. നമ്മൾ 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുത്തപ്പോൾ 8 ഇഞ്ച്. ഈ 8 ഇഞ്ചിന് ബാലൻസ് നമുക്ക് 39 ഇഞ്ച് എവിടെയാണോ വന്ന് നിൽക്കുന്നത് ആ ഒരു ലെങ്ത്തിലേക്ക് നമുക്ക് ഇവിടെ നിന്ന് 8 ഇഞ്ച് സ്റ്റാർട്ട് ചെയ്ത് 39 ഇഞ്ച് ലെങ്ത്തിലേക്ക് നമുക്ക് ഇവിടേക്ക് എത്തും. അപ്പോൾ നമുക്ക് ഇവിടെ 39 ഇഞ്ച് വന്നിരിക്കാം ഇവിടെ. ഓക്കെ, ഇവിടെ നമുക്ക് 39 ഇഞ്ച്, ഇവിടെ നമുക്ക് സ്റ്റാർട്ട് ചെയ്തപ്പോൾ 8 ഇഞ്ചാണ് നമ്മൾ എടുത്തത്. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ നമ്മുടെ ആവശ്യമുള്ള പാൻസിൻ്റെ ലെങ്ത്ത് എടുത്തു. അതിൽ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു സൈഡ് ഫോൾഡഡ് സൈഡാണ് ഫ്രണ്ട്സ്. അത് കണ്ടോ, ഇവിടെ ഫോൾഡഡ് സൈഡാണ് കേട്ടോ. ഈ ഒരു ഭാഗം നമ്മൾ മറക്കരുത്, ഫോൾഡഡ് സൈഡാണ്. ഈ ഒരു സൈഡ് ഫോൾഡഡ് സൈഡാണ് കേട്ടോ ഫ്രണ്ട്സ്. ഈ സൈഡ് ഓപ്പൺ സൈഡ്, ഈ സൈഡ് ഓപ്പൺ സൈഡ്. ഓക്കെ ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മളത് ലെങ്ത് അടയാളപ്പെടുത്തി. ഓക്കെ, അതിനുശേഷം നമുക്ക് ഇനി ഈ ഒരു തുമ്പ് ഭാഗത്ത് നമ്മുടെ കാലിൻ്റെ തുമ്പ് വണ്ണം എത്രയാണോ അത് നമ്മൾക്ക് എടുക്കണം. അത് നമ്മൾ എടുക്കുമ്പോൾ നമ്മുടെ ഇനി നമുക്ക് ഈ തുമ്പ് വണ്ണം അടയാളപ്പെടുത്തുമ്പോൾ ബോഡിയിൽ നിന്ന് എടുക്കുമ്പോൾ നമുക്ക് കാലിൻ്റെ താഴെ ഭാഗത്ത് നമുക്ക് ഈ ഒരു ഭാഗത്തു നിന്നൊക്കെ കാലിൻ്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ എടുക്കുമ്പോൾ നമുക്ക് ഭയങ്കര ടൈറ്റ് ആയിരിക്കും. ഇവിടെ വണ്ണം കുറവല്ലേ. അപ്പോൾ എന്നാൽ സമയം കാലിൻ്റെ പാദം ഇവിടെ വീതി കൂടുതലായിരിക്കും. അപ്പോൾ നമുക്കത് കടത്താനായിട്ട് കുറച്ച് പ്രയാസമായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ കാൽപാദത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഇത്തിരി വീതി കൂടിയ ഭാഗം ഉണ്ടല്ലോ, അത് ചെറിയ ലൂസിൽ ഇങ്ങനെ എടുക്കുക കേട്ടോ. കാൽപാദം വെച്ചിട്ട് അത് നിങ്ങൾ ആ ഒരു അത് ഒരു ചെറിയ രീതിയിലൊരു ലൂസ് എന്ന രീതിയിൽ കണക്കാക്കിയിട്ട് നമുക്കത് കടക്കാനുള്ള ആ ഒരു രീതിക്കനുസരിച്ച് ചെറിയ ലൂസ് ഇട്ടിട്ട് ജസ്റ്റ് ആ ടേപ്പ് ഒന്ന് തിരിക്കുമ്പോൾ തിരിയാൻ പറ്റാവുന്ന ചെറിയൊരു ലൂസിൽ നമ്മളത് എടുക്കുക. അപ്പോൾ നമ്മളൊരു 10 ഇഞ്ച് എടുത്തെന്ന് വിചാരിക്കുക. 10 ഇഞ്ച് നമ്മൾ അതിനകത്ത് കിട്ടിയെന്ന് വിചാരിക്കുക. അപ്പോൾ അതിൻ്റെ പകുതി എത്രയാണ്? 5 ഇഞ്ചല്ലേ വരുന്നത്. അപ്പോൾ 5 ഇഞ്ച് അതിൻ്റെ കൂടെ നമ്മൾ എന്ത് വേണം? 1 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുക്കണം. ഇവിടെ താഴെ 1 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുക്കണം. അപ്പോൾ ഇവിടെ കാലിൻ്റെ തുമ്പ് വണ്ണം അടയാളപ്പെടുത്തിയിട്ടോ ഫ്രണ്ട്സ്. ഇനി നമുക്ക് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ഏറ്റവും പ്രധാന പോയിൻ്റാണ് കേട്ടോ. ഇനി നമുക്ക് ഒരു വ്യക്തി അനുസരിച്ച് സീറ്റിറക്കം എടുക്കേണ്ടതുണ്ട്. സീറ്റിറക്കം നോക്കുമ്പോൾ നമുക്ക് വ്യക്തികളനുസരിച്ച് വ്യത്യസ്തമാണ് എടുക്കേണ്ടത്. ഹൈറ്റ് അനുസരിച്ചും വ്യത്യസ്തമായിട്ടാണ് വരിക, വണ്ണം അനുസരിച്ചും വ്യത്യസ്തമായിട്ടാണ് വരിക. അതിൽ തന്നെ ഹൈറ്റും അതുപോലെ കൂടുതലുണ്ട്, വണ്ണം കൂടുതലുണ്ടെങ്കിൽ അതിനനുസരിച്ച് വ്യത്യാസം വരും. ഹൈറ്റ് കുറവാണ് എന്നാൽ വണ്ണം വല്ലാണ്ട് കൂടുതലുണ്ടെങ്കിൽ അതിൽ വ്യത്യാസം വരും. അങ്ങനത്തെ മാറ്റങ്ങൾ അതിനകത്ത് വരും. അത് കുറച്ച് പ്രാക്ടിക്കൽ എക്സ്പീരിയൻസിലൂടെയാണ് മനസ്സിലാവുക. എന്നാലും ഏകദേശ ധാരണ കിട്ടാനായിട്ട് കുറച്ച് ടിപ്സ് ഞാൻ അതിനകത്ത് പറയാം. അതായത് നമുക്ക് മിനിമം മുതിർന്നവർക്ക് നമുക്ക് വേണ്ടിയിട്ട് നമുക്കൊരു 14 ഇഞ്ചിൽ സീറ്റ് ഇറക്കെടുക്കാം, സ്റ്റാർട്ട് ചെയ്യാം. ഒരു 14 ഇഞ്ച് മുതൽ നമുക്കതിനെ ഒരു 16 ഇഞ്ച് വരേക്കും നമുക്ക് സീറ്റ് ഇറക്കെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതിനകത്ത് ഒരു മീഡിയം രീതിയിലൊക്കെ ആണെങ്കിൽ ഒരു 14 ഇഞ്ച്, അതൊരു നോർമൽ ഹൈറ്റൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ കുട്ടികളാണെങ്കിലൊക്കെ മുതിർന്നവരൊക്കെ അധികം മിനിമം ഹൈറ്റ് ഉള്ളൂ, അതിനനുസരിച്ചുള്ള വണ്ണേ ഉള്ളൂ എന്ന് വെച്ചാൽ ഹൈറ്റിനനുസരിച്ചുള്ള വണ്ണേ ഉള്ളൂ. അങ്ങനെയുള്ളവർക്ക് 14 എടുക്കാം, 14 എടുക്കാം, 14 എടുക്കാം. ഒരു നേരിയ രീതിയിൽ വണ്ണുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിലൊരു 15 ഇഞ്ച് എടുക്കാം, 15 എടുക്കാം കേട്ടോ. അല്ലാത്തവർക്ക് കുറച്ച് ഹൈറ്റ് ഉള്ളവർ മുതിർന്നവരാണ്, ഒരു ആവശ്യത്തിന് വണ്ണം ഉണ്ടെന്നുണ്ടെങ്കിൽ 16 ഇഞ്ച് എടുത്താൽ മതി. 16 ഇഞ്ചിന് മുകളിലോട്ട് എടുക്കേണ്ടതില്ല കേട്ടോ, 16 ഇഞ്ച് എടുത്താൽ മതി. പിന്നെ അത്ര കണ്ട് ഓവർ സൈസ് ഹൈറ്റും വണ്ണമൊക്കെ ഉണ്ടെങ്കിൽ മാത്രം 16ന് മുകളിലേക്ക് ഒരു 16 എടുത്താൽ മതി കേട്ടോ. അത്ര ഒരു 6 അടിക്ക് പൊക്കത്തിനൊക്കെ മുകളിലൊക്കെ ഉണ്ട്, അത്രയും വണ്ണം ഉണ്ടെന്ന് വെച്ചാൽ മാത്രം അതിനനുസരിച്ച് ഇതിനകത്ത് വ്യത്യാസം വരുത്താം. അല്ലാത്തവർക്ക് ഈ 16ന് ഉള്ളിൽ തന്നെ മതി കേട്ടോ. അത് നമ്മൾ കുറച്ച് പേർക്ക് തയ്ച്ച് കൊടുത്തു വരുമ്പോൾ അങ്ങനെ ആ ഒരു രീതിയിൽ ഏതാ എടുക്കേണ്ടത് നമുക്ക് ഏകദേശം ഐഡിയ വരും. പിന്നെ ഹൈറ്റ് കുറവാണെന്നാൽ നല്ല വണ്ണം ഉണ്ടെന്ന് വിചാരിക്കുക, അപ്പം നമുക്ക് ഒരു 15 ഇഞ്ച് എടുക്കാം കേട്ടോ. ഹൈറ്റ് കുറവാണെങ്കിൽ, നല്ല ഹൈറ്റ് കുറവാണെങ്കിലും നല്ല വണ്ണം ഉണ്ടെങ്കിൽ നമുക്ക് 14 എടുക്കേണ്ട വ്യക്തിക്ക് നമ്മളത് 15 എടുക്കാം. അങ്ങനെ കൂട്ടാം. ഓക്കെ,
മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഈ ഒരു ടിപ്പ് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അതാണെങ്കിൽ ഇത് പ്രകാരം നിങ്ങൾക്ക് ബാക്കി ആരുടെയും നിങ്ങൾക്ക് ചെയ്തെടുക്കാം. ബാക്കിയൊക്കെ നിങ്ങൾക്ക് 1-2 പേരുടെയൊക്കെ തയ്ച്ച് വരും, കുറച്ച് പേരൊക്കെ തയ്ച്ച് വരുമ്പോൾ നമുക്ക് ഇതിൽ ഏത് എടുക്കണം എന്നുള്ളൊരു ഏകദേശ ധാരണ നിങ്ങൾക്ക് തന്നെ കിട്ടുന്നതാണ്. അപ്പം നമുക്ക് ഇനി ഇവിടെ നമുക്ക് 8 ഇഞ്ചിൻ്റെ ആണല്ലോ നമുക്ക് ശേഷമാണല്ലോ ഇവിടെ നിന്ന് അടയാളപ്പെടുത്തിയിട്ടുള്ളത് ലെങ്ത്തിൽ. അപ്പോൾ 8 ഇഞ്ച് കഴിഞ്ഞ ശേഷമുള്ള ലെങ്ത്താണ് നമ്മൾ ഈ പാൻസിൽ അടയാളപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ 8 ഇഞ്ച് നമുക്കതിനകത്ത് കുറച്ച ശേഷം 16ലേക്ക് 8 ഇഞ്ച് കഴിഞ്ഞു. അപ്പോൾ ഓക്കെ, നമുക്ക് ഒരു 16 ഇഞ്ചിൻ്റെ ആവശ്യമുള്ള ഒരു വ്യക്തിക്കാണ്, നമുക്കൊരു സീറ്ററൊക്കെ ഉള്ള വ്യക്തിക്കാണ് നമ്മൾ തയ്ക്കണമെങ്കിൽ 8 ഇഞ്ച് നമ്മൾ ഓൾറെഡി ഇവിടെ നമ്മൾ എടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, 8 ഇഞ്ചിൻ്റെ ഹൈറ്റ് നമ്മൾ ആദ്യമേ എടുത്തിട്ടുണ്ട്. ആ 8 ഇഞ്ച് കഴിഞ്ഞ ശേഷം 16 ആവണത് എവിടെയാണോ അത് ഈ സൈഡിൽ നിന്ന് തുടങ്ങാം. ഓക്കെ, ഈ ഒരു അറ്റത്ത് നിന്ന് 8 ഇഞ്ച് കഴിഞ്ഞ ശേഷം ഇവിടുന്ന് 8 ഇഞ്ചിൽ ടേപ്പ് പിടിക്കാം. ഓക്കെ, ഇവിടെ നിന്ന് 8 ഇഞ്ചിൻ്റെ നമ്മൾ എക്സ്ട്രാ ആണ് വേറെ ഭാഗം ടോപ്പ് പാർട്ടിലേക്ക് എക്സ്ട്രാ വേറെ ക്ലോത്താണ് അറ്റാച്ച് ചെയ്യുന്നത്. 8 ഇഞ്ചിന് ശേഷമുള്ളതാണ് നമ്മൾ ചെയ്യുന്നത്. അത് നമ്മൾ പറഞ്ഞത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. 6.5 ഇഞ്ചിൻ്റെ ആണ് മുകൾ ഭാഗത്തേക്ക് നമ്മൾ വേറെ സെപ്പറേറ്റ് പീസ് ക്ലോത്ത് അറ്റാച്ച് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിന് ശേഷം നമുക്ക് 8 ഇഞ്ചിന് ശേഷം ബാക്കിയുള്ളതിലേക്ക് 16 ആവാനായിട്ട് വരുമ്പോൾ ഇവിടെ വരുന്നു. ഇവിടെ ഒരു 16 ഇഞ്ച് ഇവിടേക്ക് വന്നു എന്ന് വിചാരിക്കാം. ഓക്കെ, ഇവിടെ നമ്മൾ 1.5 ഇഞ്ചിൽ ഇവിടെ ഒരു 1.5 ഇഞ്ച് ഇവിടെ നീക്കിയിട്ട് ജസ്റ്റ് ഒന്ന് ഇവിടെ നിന്ന് വെറുതെ ഇങ്ങനെ വരയ്ക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ വച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമുക്കത് ഇങ്ങനെ ഈ ഒരു ഷേപ്പിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇങ്ങനെ ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ ഒന്ന് കർവ് ചെയ്ത് എടുക്കാൻ കേട്ടോ. ഇങ്ങനെ ഷേപ്പ് ഇങ്ങനെ വരയ്ക്കണമെന്നൊന്നുമില്ല കേട്ടോ. ഇതുപോലെ ഒരു ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് കർവ് ചെയ്ത് വരയ്ക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മളിതിങ്ങനെ ആക്കിയത്. തുടക്കക്കാർക്കൊക്കെ വേണമെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം. അല്ലാന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കർവ് ചെയ്ത് വരച്ചാലും മതി. ഓക്കെ, അങ്ങനെ കർവ് ചെയ്ത് വരച്ചിട്ട് അപ്പോൾ നമുക്ക് ഇവിടെ വരുമ്പോൾ 16 ഇഞ്ചിൻ്റെ സീറ്ററക്കാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ഇത് നമുക്ക് സീറ്ററക്കാണ് കേട്ടോ ഫ്രണ്ട്സ്. ഓക്കെ, അപ്പോൾ 8 ഇഞ്ചിൽ നിന്നാണ് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ആ ഒരു പോയിന്റും പ്രധാനമാണ്. ഇവിടെ നിന്ന് അങ്ങനെ 16 എടുക്കരുത്, അത് തെറ്റും. അതാണ് പ്രധാന പോയിന്റ്. 8 ഇഞ്ച് നമ്മൾ എക്സ്ട്രാ ക്ലോത്തിൽ നിന്നാണ് എടുക്കുന്നത്. അത് നമ്മൾ ഇവിടെ നിന്നല്ല, ഇതിനകത്തു നിന്നല്ല എടുക്കുന്നത്, ഈ ഒരു സൈഡിൽ നിന്ന് എടുക്കുന്നത് കേട്ടോ. അല്ല, ഈ ഒരു ക്ലോത്തിൽ മെറ്റീരിയൽ നമുക്ക് ചില മെറ്റീരിയലുകൾ ഫുൾ സെറ്റ് മെറ്റീരിയലുകൾ ലെങ്ത്തിൽ കൂടുതലുണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് എടുക്കാം, ഈ ഒരു പാർട്ടിൽ നിന്ന് എടുക്കാൻ പറ്റും. ഈ ഒരു സൈഡിൽ നിന്ന് നമുക്ക് കിട്ടും കേട്ടോ. അത് ചിലതിൽ തടമായിരിക്കും കൂടുതലുണ്ടായിരിക്കുക. ചില മെറ്റീരിയൽ പാൻസിൻ്റെ മെറ്റീരിയൽ വരുന്നത് അതിനകത്ത് തടം കൂടുതലുണ്ടായിരിക്കും, നീളം കൂടുതലുണ്ടാവില്ല, കുറവായിരിക്കും. അപ്പം നമുക്ക് ഈ ഒരു സൈഡിൽ നിന്ന് എടുക്കേണ്ടി വരും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാന പോയിന്റ്. ചില മെറ്റീരിയൽ തടമായിരിക്കും കൂടുതലുണ്ടായിരിക്കുക, ലെങ്ത് ഉണ്ടായിരിക്കില്ല. അപ്പോൾ നമ്മൾക്ക് ഈ ഒരു സൈഡിൽ നിന്ന് എടുക്കേണ്ടി വരും. അതിനാണ് നമ്മൾ ഈ ഫോൾഡഡ് സൈഡിൽ നിന്ന് തുമ്പുവണ്ണം, കാലിൻ്റെ തുമ്പുവണ്ണം അടയാളപ്പെടുത്തി ഈ ഒരു ഭാഗത്തിലോട്ട് എടുക്കുന്നത്. ഈ ഒരു സൈഡിൽ നിന്ന് വേണം നമുക്ക് മുകൾ ഭാഗത്തെ പാർട്ട് എടുക്കാനായിട്ട്. ഓക്കെ, മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അതിനുശേഷം നമ്മൾ ഇവിടെ ഒരു 1.5 ഇഞ്ചിൽ നമുക്ക് വള്ളി എടുക്കാനായിട്ട് ഈ ഒരു ഭാഗത്ത് ഒരു 1.5 ഇഞ്ചിൽ നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ ഒന്ന് വരച്ചിടാം കേട്ടോ. ഈ എക്സ്ട്രാ ക്ലോത്ത് നമ്മൾ ഇവിടെ നിന്ന് കട്ട് ചെയ്തെടുക്കുന്നത് നമ്മൾ വള്ളി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ എടുക്കുന്നത്. ഫ്രണ്ട്സ്, മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഈ ഒരു പാർട്ട് നമ്മൾ വള്ളി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് എടുക്കുന്നത്. ഓക്കെ, അതിനുശേഷം നമുക്ക് ഈ കാലിൻ്റെ തുമ്പുവണ്ണം എടുത്തിട്ടുണ്ടായിരുന്നല്ലോ, അതിനകത്തുനിന്ന് നമുക്ക് പിന്നെ ഇനി എടുക്കാനുള്ള നമുക്ക് ഫ്രണ്ട് പാർട്ടിലേക്ക് നമ്മൾ ഒരു 6.5 ഇഞ്ച് എക്സ്ട്രാ മാറ്റി വെച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. ആ 6.5 എന്ന് പറഞ്ഞ സംഭവം പ്ലസ് 1.5 ഇഞ്ച് നമുക്ക് തയ്യൽ തുമ്പും കൂടി കൂട്ടിയിട്ട് 8 ഇഞ്ചാണ് നീളം എടുത്തിട്ടുള്ളത്. ആ 8 ഇഞ്ച് നീളം നമ്മൾ ഇവിടെ അടയാളപ്പെടുത്തുന്നു. ഇത് 8 ഇഞ്ച് നീളം ഇവിടെ അടയാളപ്പെടുത്തുന്നു കേട്ടോ. അതിൻ്റെ നമ്മുടെ അരവണ്ണം എത്രയാണോ വരുന്നത്, ബോഡി മെഷർമെൻറ്റിൽ അരവണ്ണം എത്രയാണോ വരുന്നത് അതിൻ്റെ 4/1 ഭാഗം, അതിപ്പോൾ ഒരു ഏകദേശം ഒരു 35 ഇഞ്ച് ഒരു അരവണ്ണമുള്ള ഒരു വ്യക്തിയാണെന്ന് വിചാരിക്കുക. 36 എടുക്കും. 36 ഇഞ്ച് അരവണ്ണമുള്ള ഒരു വ്യക്തിയാണെന്ന് വിചാരിക്കുക. വേണ്ട, നമുക്ക് 40 ആക്കാം, റൗണ്ട് ഫിഗർ ആക്കാം. 40 ആകുമ്പോൾ സിമ്പിൾ അല്ലേ. 40 ഇഞ്ച് അരവണ്ണമുള്ളൊരു വ്യക്തിയാണെന്ന് വിചാരിക്കുക. അതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ അവർക്ക് 10 ഇഞ്ച് കറക്റ്റ് ബോഡി ഫിറ്റ് ആണ് കേട്ടോ പറഞ്ഞത്. 40 ഇഞ്ച് അരവണ്ണുണ്ടെന്ന് വിചാരിക്കുക. 4 ഇഞ്ച് ഡിവൈഡഡ് ബൈ 4. അപ്പോൾ നമുക്ക് 4/1 ഭാഗം വരുമ്പോൾ 10 ഇഞ്ചാണ് കിട്ടുന്നത്. ഓക്കെ, ആ 10 ഇഞ്ച് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് അടയാളപ്പെടുത്തണം. ഓക്കെ, ഈ 10 ഇഞ്ച് ഇവിടെ അടയാളപ്പെടുത്തി. അതിൻ്റെ കൂടെ നമ്മൾ തയ്യൽ തുമ്പായിട്ട് 1/2 ഇഞ്ച് ലൂസ് കൊടുത്തു. തയ്യൽ തുമ്പ് കൊടുക്കണം 1/2 ഇഞ്ച്. അതിന് ശേഷം നമ്മൾ 1 ഇഞ്ച് ലൂസ് കൊടുക്കണം. ഓക്കെ,
നിങ്ങൾക്ക് കുറച്ച് ചെറിയ ലൂസ് വേണം എന്നുണ്ടെങ്കിൽ 1.5 ഇഞ്ച് ലൂസ് കൊടുക്കാവുന്നതാണ് കേട്ടോ. കുറേ കൂടി ലൂസ് വേണമെന്നുള്ളവർക്ക് 2 ഇഞ്ച് കൊടുക്കാവുന്നതാണ്. ഒരു മീഡിയം ലൂസ് മതി 1.5 ഇഞ്ച്, നോർമലൊക്കെ മതി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1 ഇഞ്ച് കൊടുത്താൽ മതി. അപ്പോൾ ആദ്യം നമ്മൾ 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുത്തു. നമുക്ക് കിട്ടിയ ബോഡി മെഷർമെൻറ്റിൻ്റെ അതേ ഫിറ്റ് അളവിൻ്റെ കൂടെ അതിൻ്റെ 4 ഭാഗം കാൽക്കുലേറ്റ് ചെയ്തു. അതിൻ്റെ 10 ഇഞ്ച് പ്ലസ് 1/2 ഇഞ്ച് നമുക്ക് വേണ്ടുന്ന തയ്യൽ തുമ്പ് പ്ലസ് അതിൻ്റെ കൂടെ നമ്മൾ ബോഡി ലൂസാണ് നമ്മൾ ആഡ് ചെയ്ത് 1 ഇഞ്ച്. അങ്ങനെ വെച്ച ശേഷം അത് നമ്മൾ വരച്ചു. ഓക്കെ, ഓക്കെ, ഒരളവ് എടുത്തു. ഓക്കെ, അത് നമ്മുടെ മുകൾ ഭാഗമാണ് കേട്ടോ. ഇപ്പോൾ ഇത് വരുന്നത് 6 ഇഞ്ചിൻ്റെ ഇറക്കം എടുത്തിട്ടുണ്ടായിരുന്നില്ല, അതിൻ്റെ കൂടെ തയ്യൽ തുമ്പ് കൂട്ടി ഈ ഇറക്കമാണ് കേട്ടോ. ഇതാണ് ഹൈറ്റ്, ലെങ്ത് ഈ ഭാഗത്തേക്ക് വരുന്നത് കേട്ടോ. ഇതാണ് വീതി ഈ ഒരു സൈഡിലോട്ടാണ് വരുന്നത് കേട്ടോ. ഈ വീതി ഇതിലേക്കാണ് വന്നത്, അതായത് വണ്ണം. വീതി എന്ന് പറഞ്ഞത് ഉദ്ദേശിച്ചത് വണ്ണമാണ് കേട്ടോ ഉദ്ദേശിച്ച ഫ്രണ്ട്സ്. അപ്പോൾ അത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് കാലിൻ്റെ ഈ ഒരു തുമ്പ് ഭാഗത്ത് നമുക്ക് 1/2 ഇഞ്ചാണല്ലോ നമ്മൾ തയ്യൽ തുമ്പ് കൊടുത്തിരിക്കുന്നത്. ഈ ഭാഗത്ത് നമുക്ക് ഒരു പട്ട പിടിപ്പിക്കണം. ഒരു വീതിക്ക് കട്ടിക്ക് വേണ്ടിയിട്ട് ഒരു പട്ട പിടിപ്പിക്കാനായിട്ട് നമ്മൾക്കിപ്പോൾ 1.5 ഇഞ്ചിൻ്റെ പട്ട പിടിപ്പിക്കേണ്ടത്, 1.25 ഇഞ്ചിൻ്റെ പട്ട പിടിപ്പിക്കേണ്ടത്, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് ചെയ്യാവുന്നതാണ് കേട്ടോ. അല്ല 1 ഇഞ്ചിൻ്റെ പട്ട പിടിപ്പിച്ചാൽ മതി എന്ന് വെച്ചാൽ സിമ്പിളാണ് കേട്ടോ. അപ്പോൾ എത്ര രീതിയിൽ വേണം നിങ്ങൾക്ക് പട്ട പിടിപ്പിക്കണം അതിനനുസരിച്ച് ചെയ്യാം. ഇപ്പോൾ 1 ഇഞ്ചിൻ്റെ ആണെങ്കിൽ 1 ഇഞ്ചും കൂടി ഇട്ട് കഴിഞ്ഞാൽ 2 ഇഞ്ച് പ്ലസ് അതിൻ്റെ കൂടെ 1 ഇഞ്ച് കൂടി, അപ്പോൾ 3 ഇഞ്ച് എടുക്കണം. 1 ഇഞ്ച് വീതിക്ക് നമുക്ക് പട്ട പിടിപ്പിക്കണമെങ്കിൽ അതിൻ്റെ ഇരട്ടി പ്ലസ് 1 ഇഞ്ചും കൂടിയും കൊടുക്കണം. അപ്പോൾ നമുക്ക് 3 ഇഞ്ച്, അപ്പോൾ 1 ഇഞ്ചാണ് കിട്ടണമെങ്കിൽ നമുക്ക് 3 ഇഞ്ച് നമുക്ക് പട്ട പിടിപ്പിക്കാനുള്ള വീതി വേണം. അപ്പോൾ 3 ഇഞ്ചിൻ്റെ വീതിക്ക് ഇങ്ങോട്ടെടുത്തു, 3 ഇഞ്ച് വീതിക്ക് ഇത് ഇങ്ങോട്ടെടുത്തു. അതിനുശേഷം നമുക്ക് ഈ ഒരു തുമ്പാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. എത്രയാണ്? അപ്പോൾ 10 ഇഞ്ചല്ല വന്നിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ലെവലിനനുസരിച്ച് തന്നെ ഇത് എടുക്കണം. തയ്യൽ തുമ്പ് അടക്കം ഇപ്പോൾ 10 ഇഞ്ച് വന്നു വെച്ചിട്ടുണ്ടെങ്കിൽ 5 + 1 5 ഇഞ്ച് പ്ലസ് 1 ഇഞ്ച്, അങ്ങനെയല്ല 5 ഇഞ്ച് നമുക്ക് അതിൻ്റെ പകുതി മടക്കി 1 ഇഞ്ച് തയ്യൽ തുമ്പ്, അങ്ങനെയല്ല നമ്മൾ എടുത്തിരിക്കുന്നത്. ആ ഒരു അളവ് തന്നെ എടുത്തിട്ടാണ് ഇവിടെ തയ്ച്ച് മറിച്ച് പൊട്ട വശത്ത് നിന്ന് നല്ല വശത്തേക്ക് തയ്ച്ച് മറിച്ചിട്ട് ഇവിടെ കട്ടി കൂട്ടുകയാണ് ചെയ്യുന്നത് കേട്ടോ. കാലിൻ്റെ തുമ്പ് ഭാഗത്തുള്ള സ്ഥലത്ത് പട്ട വെച്ചിട്ട് വെക്കുകയാണ് ചെയ്യുന്നത്, കട്ടിക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് ഏത് ഡിസൈൻ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. അത് വേണമെങ്കിൽ സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ വരയ്ക്കാം, അല്ല ഇങ്ങനെ സിക്സാഗ് പോലെ വരയ്ക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് ഇതുപോലെ ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇത് മുകൾ പാർട്ടിലേക്ക് ഇത് ഫുള്ളായിട്ട് ഇതിൻ്റെ ഒരു ഭാഗം. അതിനുശേഷം നമുക്ക് ഈ കാലിൻ്റെ തുമ്പ് വണ്ണത്തിൽ നിന്ന് ഈ സീറ്റ് ഇറക്കത്തിലേക്ക് നമുക്ക് കണക്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ കുറച്ച് ദൂരം നമ്മൾ നേരെ തന്നെ കൊണ്ടുവന്ന ശേഷമാണ് ഇത് കണക്ട് ചെയ്യുക അല്ലേ. കുറച്ച് ദൂരം കേട്ടോ, കുറച്ച് ദൂരം നമ്മളൊരു നേരെ കൊണ്ടുവന്ന ശേഷം നമ്മളിതിലേക്ക് കണക്ട് ചെയ്യുകയാണ്. ഓക്കെ, തയ്ച്ച് വരുമ്പോൾ ഈ ഭാഗത്തേക്ക് ഈ ഭാഗത്ത് നമ്മൾ 1 ഇഞ്ച് എടുത്തിട്ടുണ്ട്. ഇവിടേക്ക് എത്തുമ്പോൾ നമുക്ക് 1/2 ഇഞ്ചൊക്കെ നമ്മൾ തയ്യൽ തുമ്പ് എടുത്താൽ മതി കേട്ടോ. തയ്ച്ച് ഇങ്ങനെ വരുമ്പോൾ ഇവിടുന്ന് 1 ഇഞ്ചിൽ നിന്ന് തുടങ്ങിയിട്ട് ഇവിടേക്ക് എത്തുമ്പോൾ 1/2 ഇഞ്ചിൻ്റെ ഇത് ലെവലിലേക്ക് എടുത്താൽ മതി. ഓക്കെ, ഇത് ഇൻസൈഡാണ് കേട്ടോ, നമ്മൾ ഇത് കൂടെ സ്റ്റിച്ച് അടിക്കുന്ന ആ ഒരു ഭാഗമാണ്. ഓക്കെ, ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു പാർട്ട് നമ്മൾ കട്ട് ചെയ്യും. ഓക്കെ, ഈ ഒരു പാർട്ട് നമ്മൾ കട്ട് ചെയ്ത ശേഷം ഈ ഒരു പാർട്ട് എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ കൊണ്ടുവന്ന് വയ്ക്കും, ഈ ഒരു ഭാഗത്ത് കൊണ്ടുവന്ന് വയ്ക്കും. നമ്മുടെ ഈ ഭാഗത്ത് നമ്മുടെ അരവണ്ണം ഉണ്ടല്ലോ, ഇതാണ് നമ്മുടെ അരവണ്ണത്തിൻ്റെ വീതിയുടെ ഭാഗം. അപ്പോൾ ഓക്കെ, ആ ഭാഗം നമ്മുടെ ഈ ഒരു ഇങ്ങനെ കർവ് വരച്ചില്ലേ, സീറ്റിൻ്റെ ഈ ഒരു കർവ് വരച്ചില്ലേ, ആ ഒരു ഭാഗത്ത് ഈ ഒരു പോയിന്റിൽ വെച്ചിട്ട്, ഇത് നമുക്ക് വള്ളി ഉണ്ടാക്കാനുള്ളൊരു ഭാഗമാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു പോയിന്റിൽ വെച്ചിട്ട് ഈ ഒരു വീതി കേട്ടോ, ഈ കാണുന്ന വീതി ഇവിടേക്ക് ലെങ്ത് ഇറക്കല്ല പറയുന്നത്, വീതിയാണ് നമ്മൾ പറയുന്നത്. വീതി അരവണ്ണത്തിൻ്റെ ആ വീതി നമുക്ക് ഇവിടെ വെച്ച് നോക്കാം. അങ്ങനെ വെക്കുമ്പോൾ കറക്റ്റ് ചിലപ്പോൾ ഇവിടെയൊക്കെ ആയിട്ടും ഇവിടെയാവും വരിക കിട്ടുക. ഓക്കെ, ഇവിടെ കുറച്ച് ദൂരം ബാലൻസ് കൊടുക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് പ്ലീറ്റ്സ് ഇടേണ്ടത് ഈ ഒരു ഭാഗത്താണ് നമുക്ക് പ്ലീറ്റ്സ് ഇടേണ്ടത്. ഓക്കെ, ഈ ഭാഗത്താണ് നമുക്ക് പ്ലീറ്റ്സ് വരേണ്ടത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഭാഗത്ത് വരുമ്പോൾ എത്തി നിൽക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ അതിൽ നിന്ന് ഒരു 2 ഇഞ്ച് ഉള്ളിലോട്ടേക്ക് എടുക്കുക. അതായത് ഇപ്പോൾ നമുക്ക് ഇവിടെയാണ് നമുക്ക് ആ ഒരു സംഭവം വെച്ച് നോക്കിയപ്പോൾ വന്നേ എങ്കിൽ അതിനെടുത്ത് ഒരു 2 ഇഞ്ചും കൂടി ഉള്ളിലേക്ക് വെച്ചിട്ട് ഇവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഒരു നോച്ചസ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇവിടം തൊട്ട് ഇവിടം വരെ ഫുള്ള് പ്ലീറ്റ്സ് പിടിക്കുക. ഓക്കെ, ഈ സൈഡ് 2 ഭാഗത്തിൻ്റെയും ഈ സൈഡ്, ഓക്കെ 2 ഭാഗത്തിൻ്റെയും, ഒരു ലെഗിൻ്റെ ഇത് രണ്ടാമത്തെ ലെഗിൻ്റെ, അതിൽ ഈ സൈഡ് മൊത്തം പ്ലീറ്റ്സ് പിടിക്കുക. അപ്പോൾ നമുക്കിത് ഈക്വലായിട്ട് വരും. ഓക്കെ,
അപ്പം നമുക്ക് പിന്നെ എക്സ്ട്രാ ഒന്നും അങ്ങനെ വരാറില്ല. കൂടുതലും അങ്ങനെ ഭൂരിപക്ഷം ആളുകളിലൊന്നും പിന്നെ ഇടയിൽ ഒരു പ്ലീറ്റ്സ് പിടിക്കേണ്ട ഒരു ആവശ്യമൊന്നും വരാറില്ല. ഇങ്ങനെ കറക്റ്റ് എടുത്തിട്ട് അതിന് ഒരു 2 ഇഞ്ച് ഉള്ളിലേക്ക് ഇങ്ങനെ എടുക്കുമ്പോൾ അധികം ആർക്കും ഒരു പ്ലീറ്റ്സ് ഒന്നും പിടിക്കേണ്ട ആവശ്യം വരാറില്ല. എല്ലാവർക്കും ഏതാണ്ട് ഒപ്പം തന്നെയായിട്ട് വരാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ പറഞ്ഞ നമ്മുടെ ഈ ഒരു പ്ലീറ്റഡ് പാൻസിൻ്റെ കട്ടിങ് എന്ന് പറഞ്ഞത്. ഇനി ഇതിനകത്ത് ഒരു പ്രധാന ടിപ്പ് എന്ന് പറഞ്ഞു തരാനായിട്ട് വേറൊരു രീതിയിൽ ചില ആളുകൾക്ക് ഇഷ്ടപ്പെടും. അതായത് ഇവിടെ നമ്മളിപ്പോൾ വള്ളിയാണല്ലോ വെച്ചത്, ഇത് വേണ്ട, ചിലവർക്ക് അലാസ്റ്റിക് മതി എന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ എത്രയാണോ അരവണ്ണം വന്നത്, നമുക്കിപ്പോൾ അരവണ്ണം നമ്മളിപ്പോൾ എടുക്കുന്നത് എത്രയാണ്, 40 ആണ് എടുത്തത്. അതിപ്പോൾ നമ്മൾ എടുത്തപ്പോൾ 40 അല്ലേ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് എത്രയാണോ അരവണ്ണം വരേണ്ടത് അതിൽ നിന്നും നമുക്ക് കറക്റ്റ് ടൈറ്റിൽ വേണം കേട്ടോ. കറക്റ്റ് ബോഡി ഫിറ്റിൽ അരവണ്ണം എത്രയാണോ അതിൽ നിന്ന് പിന്നെ അലാസ്റ്റിക്കിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ അതിനകത്തുനിന്ന് സ്വല്പം കുറയ്ക്കുന്ന അളവ് പറയുന്നത്. അലാസ്റ്റിക് ജസ്റ്റ് ഒന്ന് വലിച്ചു നോക്കണം. ചില അലാസ്റ്റിക് ഭയങ്കര ഫ്ലെക്സിബിൾ ആയിരിക്കും, നല്ലോണം ലൂസ് ആവുന്ന രീതിയിലുള്ള അലാസ്റ്റിക് ഉണ്ട്. ചിലത് ഭയങ്കര ടൈറ്റ് ആയിരിക്കും. അതിനനുസരിച്ച് ചില അലാസ്റ്റിക് 2 ഇഞ്ചൊക്കെ ചിലപ്പോൾ വലിയുള്ളൂ, അധികം വലിയില്ല. ചിലത് 4 ഇഞ്ച് 6 ഇഞ്ച് വരെയൊക്കെ വലിയുന്നുണ്ട്. അപ്പോൾ ആ അലാസ്റ്റിക്കിൻ്റെ രീതി അനുസരിച്ചാണ് നമ്മൾക്ക് ഇതിനകത്തുനിന്ന് കുറയ്ക്കേണ്ടത്. അത്യാവശ്യം തീരെ വലിയാത്ത അലാസ്റ്റിക്കൊക്കെ ആണെങ്കിൽ ഒരു 2 ഇഞ്ച് നമ്മൾ വേണ്ടുന്ന കറക്റ്റ് അരവണ്ണത്തിന് കുറച്ചാൽ മതി. എത്രയാണോ കറക്റ്റ് ബോഡി ഫിറ്റ് മെഷർമെൻറ്റ് അതിൽ നിന്ന് കറക്റ്റ് 2 ഇഞ്ച് കുറച്ചാൽ മതി. അത് പിന്നെ നമ്മളത് യോജിപ്പിക്കുമ്പോൾ വീണ്ടും അതിനകത്തുനിന്ന് കുറച്ചും കൂടി 1 ഇഞ്ച് കൂടി കുറയും. 2 സൈഡിൽ നിന്ന് അരയിഞ്ച് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ തയ്ച്ച് വരുമല്ലോ, അപ്പോൾ അതിൽ നിന്ന് വീണ്ടും 1 ഇഞ്ച് കൂടി കുറയും കേട്ടോ. അപ്പോൾ ആ ഒരു കറക്റ്റ് ടൈറ്റായിട്ട് വരും. നല്ലോണം ലൂസുള്ള പോലത്തെ അലാസ്റ്റിക് ആണെങ്കിൽ നമുക്ക് വലിക്കുമ്പോൾ ഭയങ്കര ലൂസ് തോന്നുന്നുണ്ടെങ്കിൽ അങ്ങനെ വരുമ്പോൾ നമുക്ക് നല്ല എലാസ്റ്റിക് ലൂസ് ആണെങ്കിൽ 3, 3.5, 4 അത് ആ രീതി അനുസരിച്ച് എടുക്കാവുന്നതാണ് കേട്ടോ, കുറയ്ക്കാവുന്നതാണ്. കറക്റ്റ് ബോഡി ഫിറ്റ് ആ മെഷർമെൻറ്റിൽ നിന്ന് എടുത്തിരിക്കുന്ന അളവിൽ നിന്ന് എലാസ്റ്റിക്കിൻ്റെ അളവ് ഒരു 4 ഇഞ്ച് വരെയും കുറയ്ക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ ഫ്രണ്ട്സ്. അപ്പോൾ ടിപ്സുകളെല്ലാം എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. ഉറപ്പായിട്ടൊരു കമൻറ്റ് പ്രതീക്ഷിക്കുന്നു കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ഉറപ്പായിട്ടൊരു കമൻറ്റ് ഇടാൻ മറക്കരുത്. നിങ്ങളുടെ കമൻറ്റ്സ് കാണുമ്പോൾ മറ്റുള്ളവർക്ക് കമൻറ്റ്സ് ഇടാൻ തോന്നുന്നുള്ളൂ ഫ്രണ്ട്സ്. അപ്പോൾ ഉറപ്പായിട്ടൊരു കമൻറ്റ് ഇടാൻ, ലൈക്ക് ചെയ്യാതെ കാണരുത് ഫ്രണ്ട്സ്. അപ്പോൾ ലൈക്ക് ചെയ്യണം കേട്ടോ ഫ്രണ്ട്സ്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരെ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഒന്നും കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ, സീ യു.